അല്ല ജാസ്മിനെ സമാധാനം കിട്ടും. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ഇത്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് നമ്മളെ കാണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിട്ടുകളയുന്നത് ശരിയല്ലല്ലോ. റസ്മിൻ ഗബ്രിയും ജാസ്മിനും കൂടെ കിടക്കുന്നതിൻ്റെ ഇടയിലേക്ക് വന്നു വിടുന്നു. റസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അല്ല നീ ഇടയ്ക്കൊന്ന് വന്ന് കിടന്നിട്ട് പോ എന്ന് ജാസ്മിൻ്റെ സ്നേഹപൂർവമായ ഉപദേശത്തിന് മുമ്പിൽ റസ്മിൻ ഒരു നിമിഷം ഒന്ന് നിന്നു. പിന്നെ കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. കടിയായി ഉമ്മയായി. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയെ ഒന്ന് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഇതെല്ലാം നിനക്ക് കിട്ടേണ്ടതല്ലേ. കുറച്ച് പുറത്തെ സദാചാര കമ്മിറ്റിക്കാർ, കുറച്ച് യൂട്യൂബുകാർ എല്ലാവരും കൂടെ എല്ലാം തുലച്ച് കളഞ്ഞില്ലേ എന്ന് മനസ്സ് പറയുന്നുണ്ടാകാം. ഗബ്രിയും നോക്കി വിഷമത്തോടെ ആയിരിക്കും ഒരുപക്ഷെ ഗബ്രി നോക്കുന്നത്. ഇതിനിടയിൽ ഗബ്രിയുടെ വിക്രിയകൾ ജാസ്മിൻ്റെ കയ്യിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, എടാ എൻ്റെ കയ്യിൽ നിന്ന് വിടറാ ദ്രോഹി എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഇത് ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്തതായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ കലാപരിപാടികൾ ഒത്തിരി സമയം നീണ്ടു നിന്ന് കേട്ടോ. ഇത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സദാചാരത്തിൻ്റെ പേരിലൊന്നുമല്ല, ഇവരുടെ പുറകെ നടന്ന് വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല. ബിഗ് ബോസ് ഇത് നമ്മളെ കാണിച്ചു തരുന്നു, ഇത് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തു പറയാനാ, കടി ഉമ്മ കൊടുക്കൽ ഇവരുടെ നിഘണ്ടുവിലുള്ള സംഗതികൾ തന്നെ. അത് എത്ര മായ്ച്ചാലും എത്ര പറഞ്ഞാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഗബ്രി ഇല്ലെങ്കിൽ റസ്മിൻ, അത് മതി എനിക്ക് എന്ന് ജാസ്മിൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനിപ്പം റസ്മിനല്ല എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ സ്നേഹത്തോട് സംസാരിക്കുന്ന ഒരാൾക്ക് ഞാൻ കടി കൊടുക്കും, ഉമ്മ കൊടുക്കും, അതിന് എന്താ തെറ്റ് എന്ന് ജാസ്മിൻ ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. ഗബ്രി ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. നമ്മളിതെല്ലാം കാണുന്നു, അത്രമാത്രം.